ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൌഫ്. അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തി തരുന്നത് എന്താണെന്നല്ലേ, ഞാനിവിടെ നല്ല തേങ്ങ അരച്ച എരുന്ത് കറിയുടെ റെസിപ്പിയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈ എരുന്ത് കറിയുടെ ഫൈനൽ ലുക്ക്. ഇത് എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല യമ്മി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇത് വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എരുന്ത് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള എരുന്താണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെപ്പോഴും കറി ഉണ്ടാക്കാൻ എരുന്ത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ചെറിയ എരുന്താണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ എരുന്തെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചു. അതിലോട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയത് കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1.25 കപ്പോളമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയുമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ അതിനെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ തന്നെ ഇതിനെ അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാനിതിനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതുപോലെ നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ആ ചട്ടി എടുത്ത് വെച്ച് ആ എരുന്തിലോട്ട് ഈ അരപ്പുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാർ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ഈ കറി എന്താണോ, മീനാണെങ്കിൽ അതെല്ലാം തിള കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ എരുന്ത് കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാനിതിനെ ഒന്ന് ചുഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ചട്ടിയെല്ലാം ഒന്ന് ചുഴറ്റിയെടുത്താൽ നല്ലൊരു രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഉപയോഗിക്കുന്നത്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു 4 ചുവന്നുള്ളിയും അതുപോലെ 4 വെളുത്തുള്ളിയും ഈ കാണുന്ന രീതിയിൽ ചതച്ചെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഈ സമയം തന്നെ കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിയിലോട്ട് കുറച്ച് അധികം കറിവേപ്പില യൂസ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആവട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ ഈ സമയത്ത് തന്നെയാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കണം. നമ്മളിതിലോട്ട് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. വീണ്ടും ഇതിലോട്ട് നമുക്ക് ലാസ്റ്റിലായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം ഇത് എരുന്താണ്, എരുന്തിൽ നല്ല പുളിരസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലോട്ട് ഈ കാണുന്ന രീതിയിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഈ എരുന്തും അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളവും ഒരേ ലെവലിലായി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ ഒരു ലെവലിലായിരിക്കണം. ഈ രീതിയിലാണ് പഴയ ആളുകൾ എരുന്ത് കറി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഞാനിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് അടപ്പിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് തിള വന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഇതുപോലെ ഞാൻ അതിൻ്റെ അടപ്പൊന്ന് മാറ്റി ഈ രീതിയിൽ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്.
ഈ എരുന്ത് കറിയിലോട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ തവിയൊന്നും ഉപയോഗിച്ച് ഇതിനെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എരുന്ത് മുഴുവനായിട്ട് തുറന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതിൻ്റെ അടപ്പൊന്ന് സൈഡിലോട്ട് കുറച്ച് മാറ്റി വെച്ച് ഫുള്ളായിട്ട് തുറന്ന് കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഈ എരുന്തെല്ലാം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ അത് മുഴുവനായിട്ട് തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിലോട്ട് കയ്യിലിട്ട് എടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എരുന്ത് കറിയെല്ലാം നല്ല രീതിയിൽ തന്നെ എരുന്തെല്ലാം വെന്ത് നല്ലൊരു പരുവത്തിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൽ ഉപ്പും എരിവും പുളിയും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ എരുന്ത് കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ മതിയാവും. ഇത് കണ്ടോ, നല്ല യമ്മി ആയിട്ട് തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറവിട്ടെടുക്കണം. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഈ അടുപ്പിലോട്ട് തന്നെ നമുക്കൊരു ചീനച്ചട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് അല്പം കൂടുതൽ ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു 7 ചുവന്നുള്ളിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചുവന്നുള്ളിയെ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കതിനെ വറുത്തെടുക്കണം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറി വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ വറവ് കൂടി ചെന്നപ്പോൾ എന്തൊരു സ്മെല്ലാണെന്നറിയോ, നമുക്ക് ഇപ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നും. ഞാൻ ഇന്നിവിടെ കഴിക്കുന്നത് പത്തിരിയുടെ കൂടെയാണ്. പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ട് ഈ കറി വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ദഹനം കിട്ടുകയും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് യമ്മി ആയിട്ട് കഴിക്കാനായിട്ടും പറ്റും. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ തേങ്ങ അരച്ച എരുന്ത് കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്